all, welcome to EduValley. നമ്മൾ ഇന്ന് മൈക്രോസോഫ്റ്റ് വേർഡ് 2007 അടുത്ത സെറ്റ് ഓഫ് ക്ലാസ്സസ് നോക്കുകയാണ്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ വേർഡ് സ്ക്രീനിനെ കുറിച്ചാണ്, വേർഡ് വിൻഡോനെ കുറിച്ചാണ് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ടും ഈ ക്ലാസ്സിൽ തന്നെ ആവില്ല, ചിലപ്പോൾ ഈ ഡ്യൂറേഷൻ അനുസരിച്ച് ഞാൻ ചിലപ്പോൾ കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് 30 മിനിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാണുന്നത്, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് എന്താണ്? വേർഡ് വിൻഡോ ആണ്. വേർഡ് വിൻഡോയിൽ ഞാൻ ലേബൽ ചെയ്തിട്ടുണ്ട് 1 2 3 4 5 6 7 8 9 10 11 12 എന്നിങ്ങനെ 12 തരത്തിൽ ഞാൻ ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ഇത് വിട്ടുപോയിട്ടുണ്ട്, റൂളറിൻ്റെ ഭാഗം വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് 13 വരിക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് വേർഡ് എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ലേബലിങ്ങിനനുസരിച്ച് പഠിക്കാം. അപ്പോൾ ആദ്യത്തേതാണ് എന്ത്? ഓഫീസ് ബട്ടൺ. ഓഫീസ് ബട്ടൺ എന്ന് പറയുന്നത് പണ്ടത്തെ വേർഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, 2003 വേർഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫയൽ മെനു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഫയൽ മെനു എന്ന് പറയുന്നത് എന്താ? ഒരു ഡോക്യുമെൻറ്റിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മെനു ആണ് ഫയൽ മെനു. ഫയലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആ മെനുവിനകത്ത് ഉണ്ടാവുക. അപ്പം ആ ഒരു മെനുവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ബട്ടനാണ് ഓഫീസ് ബട്ടൺ. അപ്പോൾ പ്രീവിയസ് വേർഷൻസിനകത്തെ ഫയൽ മെനുവിനെ റീപ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളതാണ് എന്ത്? 2007 ഓഫീസ് ബട്ടൺ എന്ന് പറയുന്നത്. ഓഫീസ് ബട്ടൺ എവിടെയാണ്? വേർഡിൻ്റെ വിൻഡോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിട്ടാണ്. ഇവിടെ കണ്ടോ? ടോപ്പ് ലെഫ്റ്റ് കണ്ടോ? ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിട്ടാണ് എന്തുള്ളത്? ഓഫീസ് ബട്ടൺ ഉള്ളത്. ഇനി അതിൻ്റെ ഷേപ്പ് എന്താണ്? റൗണ്ട് ഷേപ്പാണ്, സർക്കിൾ ഷേപ്പാണ്. ആൻഡ് അതിനകത്ത് എന്തുണ്ട്? മൈക്രോസോഫ്റ്റിൻ്റെ ലോഗോ എന്ത് ചെയ്തിട്ടുണ്ട്? എനേബിൾ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഓഫീസ് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് ആദ്യം ഓർക്കേണ്ടത്. ഒന്നുകൂടെ പറയാം ഏതൊക്കെയാണ്. പ്രീവിയസ് വേർഷൻസിനകത്തെ ഫയൽ മെനുവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ബട്ടനാണ് ഓഫീസ് ബട്ടൺ. ഫയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഓപ്ഷൻസ് ആണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിട്ടാണ് അതിൻ്റെ പൊസിഷൻ വരുന്നത്. സർക്കിൾ ഷേപ്പാണ്. അതിനകത്ത് മൈക്രോസോഫ്റ്റിൻ്റെ ലോഗോ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്താണ് ഓഫീസ് ബട്ടൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതുറക്കത്തിൽ വേണമെങ്കിലും ഓർത്തിരിക്കാനായിട്ട് ഉള്ളത്. ഇനി അതിനകത്ത് ഓരോ കണ്ടന്റുകൾ നമ്മൾക്ക് പഠിക്കാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ് ആയിട്ടായിരിക്കും ഞാൻ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടാവുക. തൊട്ടടുത്തതിൽ വരുവാണെന്നുണ്ടെങ്കിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്. ഓരോ ടൂളുകളെ പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളതാണ്. ഓഫീസ് ബട്ടനോട് ചേർന്നിട്ടാണുള്ളത്. ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ തന്നെ ഓഫീസ് ബട്ടനോട് ചേർന്നിട്ടാണുള്ളത്. ഡീഫോൾട്ടായിട്ട് നമുക്ക് 3 ക്വിക്ക് ആക്സസ് ടൂൾസ് ആണ് കാണാൻ പറ്റുക. സേവ്, അൺഡു, റീഡു. കറസ്പോണ്ടിങ് എന്താണ് ഷോർട്ട് കട്ട് പറയുകയാണെങ്കിൽ സേവിന് Ctrl+S ആണ്, അൺഡുവിന് Ctrl+Z ആണ്, റീഡു എന്താണ്? Ctrl+Y ആണ്. ക്ലിയർ? അപ്പോൾ സേവ്, അൺഡു, റീഡു എന്നിങ്ങനെ 3 ഓപ്ഷൻസ് ആണ് ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുക. അതിലധികം ഓപ്ഷൻസ് ഉണ്ട്. കൂടുതൽ ഓപ്ഷൻസ് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? അതിൻ്റെ തൊട്ടിപ്പുറത്ത് എന്തുണ്ട്? ഒരു ഡ്രോപ്പ് ലിസ്റ്റ് കാണാൻ പറ്റും. ആ ഡ്രോപ്പ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് അഡീഷണൽ കമാൻഡുകൾ കൂട്ടിച്ചേർക്കാനും റിമൂവ് ചെയ്യാനൊക്കെ പറ്റുക. ഓക്കെ, അപ്പോൾ അതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്, തൊട്ട് പുറകെ വരും. ഇനി ഈ ഒരു ഹൊറിസോണ്ടൽ ഏറ്റവും മുകളിലായിട്ടുള്ള ഏറ്റവും ടോപ്പിലുള്ള ഹൊറിസോണ്ടൽ ബാറിനെയാണ് നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് പറയുക. ടൈറ്റിൽ ബാറിൻ്റെ ഒത്ത നടുക്കായിട്ട് സെൻറ്റർ പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫയൽ നെയിമും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നെയിമും കാണിക്കുന്നുണ്ടാവും. ലെഫ്റ്റ് സൈഡിലാണ് നമ്മളുടെ ഓഫീസ് ബട്ടണും അതുപോലെ തന്നെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറും ഉള്ളത്. ഇവിടെ റൈറ്റ് സൈഡിലാണെങ്കിൽ കൺട്രോൾ ബട്ടൺസ് ഉണ്ടായിരിക്കും. മിനിമൈസ്, റീസ്റ്റോർ, ക്ലോസ് ബട്ടൺസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കൺട്രോൾ ബട്ടൺസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ടൈറ്റിൽ ബാർ എന്താണെന്നുള്ളത് ഓർക്കണം. ഒരു ആപ്ലിക്കേഷൻ നെയിമും ഫയൽ നെയിമും, ഒരു ആപ്ലിക്കേഷൻ നെയിമും ഫയൽ നെയിമും കാണിക്കുന്ന ടോപ്പ് മോസ്റ്റ് ഹൊറിസോണ്ടൽ ബാറിനെയാണ് ടൈറ്റിൽ ബാർ എന്ന് പറയുക. ടോപ്പ് മോസ്റ്റ് ഹൊറിസോണ്ടൽ ബാറിനെയാണ് ടൈറ്റിൽ ബാർ എന്ന് പറയുക. സെൻറ്ററിലായിട്ടാണ് ആപ്ലിക്കേഷൻ നെയിമും ഫയൽ നെയിമും കാണിക്കുന്നത്. റൈറ്റ് സൈഡിൽ കൺട്രോൾ ബട്ടൺസ് ആണുള്ളത്. കൺട്രോൾ ബട്ടൺസ് എന്ന് പറയുന്നത് ഇതാണ്. 4ാമത്തെ കാര്യമാണ് ഈ പറയുന്നത്. എന്താണ്? മിനിമൈസ്, റീസ്റ്റോർ, ക്ലോസ് എന്നിങ്ങനെയുള്ള ഓപ്ഷനാണ് കൺട്രോൾ ബട്ടൺസിനകത്തുള്ളത്. ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഓഫീസ് ബട്ടണും ക്വിക്ക് ആക്സസ് ടൂൾ ബാറും ആണ് ഉള്ളത്. ക്ലിയർ? അതാണ്
ടൈറ്റിൽ ബാറിനെ കുറിച്ച് പറയാനുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ കൺട്രോൾ ബട്ടൺസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന് തൊട്ടടുത്ത് താഴേക്ക് വരികയാണെങ്കിലാണ് നമുക്ക് റൂളറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. റൂളർ എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. സാധാരണ നമ്മളുടെ സ്റ്റീൽ റൂള് പോലെയുള്ളതാണ്, വിർച്വലായിട്ട് ഇവിടെ കാണിക്കുന്നതാണ്. പേജ് മാർജിൻസ്, ഇൻഡൻറ്റ്, ടാബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുക. നമുക്ക് 2 റൂളറാണുള്ളത്. ഏതൊക്കെയാണ്? ഹൊറിസോണ്ടൽ റൂളറും അതുപോലെ തന്നെ വെർട്ടിക്കൽ റൂളറും. നമ്മൾ മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ഉപയോഗിക്കുന്നുണ്ട്. പാരഗ്രാഫ്, ഇൻഡന്റ്, ടാബ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അലൈൻമെൻറ്റുകൾ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഹൊറിസോണ്ടൽ റൂളറിലാണ്. വെർട്ടിക്കൽ റൂളർ നമ്മൾ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ, അത്ര ധാരാളമായിട്ട് ഉപയോഗിക്കാറില്ല. വളരെ ഓഫനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അത് മിക്കപ്പോഴും ഈ ഹെഡർ അല്ലെങ്കിൽ ഫൂട്ടർ അറേഞ്ച്മെൻറ്റിനൊക്കെയാണ് ഹൊറിസോണ്ടൽ റൂളർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് മാർജിൻസ്, പാരഗ്രാഫ്, ഇൻഡന്റ്, അലൈൻമെൻറ്റ്, ടാബ്, സ്റ്റോപ്പ് ഒക്കെ പരിഗണിക്കുന്നത് എവിടെയുണ്ട്? റൂളറിനകത്തുണ്ട്. 2 റൂളറുണ്ട്, വെർട്ടിക്കലും ഹൊറിസോണ്ടലും. മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് വെർട്ടിക്കലാണ്, മോസ്റ്റ് റെയർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഹൊറിസോണ്ടലാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. പിന്നെ തൊട്ട് താഴെ വരുവാണെങ്കിൽ നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് ഇത്രയും പോർഷൻ പറയാനുണ്ട് അല്ലേ? ഈ ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഇത്രയും ഭാഗം അത് നമ്മൾ പറയുന്നത് എന്താണ്? ഈ ഒരു ഇത്രയും ഭാഗത്തിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? റിബൺ എന്നാണ് പറയുക അല്ലേ? റിബൺ എന്ന് പറയുന്നത് എന്താ? പ്രീവിയസ് വേർഷൻസിനകത്തെ മെനു ബാർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ മാറ്റിക്കൊണ്ട് വന്നിട്ടുള്ള കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ഐഡിയയാണ് എന്ത്? റിബൺ ടാബ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. പഴയ വേർഷൻസിനകത്തെ മെനു ബാർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്തായിരുന്നു? എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം അറിയാത്ത ഒരാൾ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ എല്ലാം ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് അയാൾക്ക് പെട്ടെന്ന് ധാരണകൾ ഉണ്ടാവില്ലേ, എങ്ങനെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ വേർഡ് വിൻഡോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് ഇന്നതിനാണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള അറേഞ്ച്മെൻറ്റുകളും അതുപോലെ തന്നെ എന്താണ് സ്റ്റൈലിങ്ങുകളും അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ പറ്റുന്ന തരത്തിൽ ഒരു ടാബിനകത്ത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനകത്തെ എല്ലാ കണ്ടന്റുകളെയും എന്ത് ചെയ്തേക്കുക? അറേഞ്ച് ചെയ്തിട്ടേക്കാണ് റിബൺ ടാബ് എന്ന് പറയുന്ന വേർഷൻസിനകത്ത് ഉള്ളത്. അപ്പോൾ ഒരു റിബണിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബട്ടനാണ്, രണ്ടാമത്തേത് ഗ്രൂപ്പാണ്, മൂന്നാമത്തേത് ടാബാണ്. ഇത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഭാഗത്തിനെയാണ് നമ്മൾ റിബൺ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ബേസിക് എലമെന്റ് അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് എലമെന്റ്, ബിൽഡിംഗ് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടനാണ്. ബട്ടൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ, ഇപ്പോൾ വേർഡിനകത്താണെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡിനകത്തെ ഓരോ കമാൻഡിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് ചെറിയ ചെറിയ ഐക്കൺ ഉണ്ട്. അപ്പോൾ ഓരോ കമാൻഡിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ഐക്കൺസിനെയാണ് നമ്മൾ ബട്ടൺ എന്ന് പറയുക, ഏറ്റവും ചെറിയ ഐക്കൺ. ആ ബട്ടൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളറ് മാറും. ഏത് കളറാണ്? ഗോൾഡൻ യെല്ലോ കളറായിട്ടാണ് മാറുക. ഓക്കെ, അപ്പോൾ ബട്ടൻ്റെ പ്രത്യേകത ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കളറ് മാറും. ഏത് കളറാണ്? ഗോൾഡൻ യെല്ലോ കളറായിട്ടാണ് മാറുക. ഇനി വേറെന്താ ഉള്ളത്? ഒരേപോലെയുള്ള ആളുകൾ, ഒരേപോലെയുള്ള ബട്ടനെ കൂട്ടിച്ചേർത്തിട്ടാണ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ നമ്മൾ ലൈഫിലെ സിറ്റുവേഷൻസ് എടുക്കാൻ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം ആലോചിച്ച് നോക്കാം. അപ്പം നമ്മളെന്ന് പറയുന്നത്, അപ്പം ഞാനെന്ന് പറയുന്നത് ആരായിട്ട് പരിഗണിക്കാൻ പറ്റും? ഐ എന്ന് പറയുന്നത് ആരായിട്ട് പരിഗണിക്കാം? ഒരു ബട്ടനായിട്ട് പരിഗണിക്കാം. ഓക്കെ, ഐ എന്ന് പറയുന്ന ഒരു ബട്ടൺ. ഇപ്പം ഐ എന്ന് പറയുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബട്ടനായിട്ട് നമുക്ക് പറയാം. ഇനി നോക്കാം, നമ്മളൊരു ബെഞ്ചിലിരിക്കുകയാണ്. ഒരു ബെഞ്ചിൽ 5-4 പേരുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ആ ബെഞ്ചിലുള്ളവരെ ആയിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ക്യാരക്ടറുമായിട്ട് ഒത്തുപോകുന്നവരെയുള്ള ബെഞ്ചിലാണ് നമ്മൾ പോയിരിക്കുക. അപ്പോൾ നമ്മളുടെ സിമിലർ ക്യാരക്ടർ ആയിരിക്കും അവർക്കും ഉണ്ടാവുക. അപ്പോൾ ഒരേപോലെയുള്ള ആ ഒരു ഗ്രൂപ്പിനെ നമ്മളിവിടെ ഒരു ബെഞ്ച് മേറ്റ് എന്നുള്ള രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്തെന്ന് പറയാം? ഒരേപോലെയുള്ള ബട്ടനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ത്? ഗ്രൂപ്പ് എന്ന് പറയുക. അപ്പോൾ ഒരേപോലെയുള്ള കുട്ടികൾ ഇപ്പം 5ാം ക്ലാസ്സിലുള്ള 5A എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 5A, 5B, 5C അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പം അതിനകത്ത് ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5A എന്ന് പറയുന്ന അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ടോട്ടൽ കുട്ടികളെ ചേർത്തിട്ടാണ്, അതായത് ഇങ്ങനത്തെ ഒരു 5 ബെഞ്ച് ഉണ്ടായിരിക്കും എന്ന് വെക്കുക. ഐ എന്ന് പറയുന്ന എന്നെ പോലെയുള്ള ഒരു 4 സുഹൃത്തുക്കളായിട്ട് ഞാനൊരു ബെഞ്ചിലിരുന്നു. അങ്ങനെയുള്ള ഒരു 50 പേര് ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു എന്ന് വെക്കുക. ആ ടോട്ടൽ ക്ലാസ്സിനെ നമുക്ക് ആരായിട്ട് പരിഗണിക്കാം? ടാബായിട്ട് പരിഗണിക്കാം. അപ്പോൾ 5ാം ക്ലാസ്സുകാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ഒരു 5ാം ക്ലാസ് 5A, 5B, 5C അങ്ങനെ ഉണ്ടാവും. 6A, 6C, 6B, 6C, 6D അങ്ങനെ ഉണ്ടാവും.
അങ്ങനെ അങ്ങനെ 10 വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയാം, സ്കൂൾ എന്ന് പറയാം അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, അതിനെ നമുക്ക് മൊത്തത്തിൽ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് ആരായിട്ട് പരിഗണിക്കാം, റിബൺ ആയിട്ട് പരിഗണിക്കാം. ക്ലിയർ ആണോ? ഇത് PSC അല്ല, സോറി SSC എക്സാമിൽ ഇതുപോലെ റിയൽ ലൈഫ് കമ്പയർ ചെയ്ത് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ബട്ടൺ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് എലമെന്റ് ആണ്. ഒരൊറ്റ എലമെന്റിനെ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ബട്ടൺ. അതൊരു ക്ലാസ്സിലെ ഒരൊറ്റ വ്യക്തിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഇനി ആ ഒരു വ്യക്തിയുടെ സിമിലർ ക്യാരക്ടർ വരുന്നവരെ ഒരു ഗ്രൂപ്പ് ആക്കിന്ന് വെക്കുക, ഒന്ന് അടുപ്പിച്ചടുപ്പിച്ചിരുത്തിന്ന് വെക്കുക. അങ്ങനെയുള്ളവരാണ് ഒരു ബെഞ്ചിലിരിക്കുക സാധാരണ അല്ലേ. അപ്പം അതുപോലെ ഒരേപോലെയുള്ള ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ബട്ടൺസിനെ ഒരുമിച്ച് ചേർത്തതാണ് ഗ്രൂപ്പ് എന്ന് പറയാം. ഒരേപോലെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന ഗ്രൂപ്പുകളെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ടാബ് എന്ന് പറയാം. അത്തരത്തിലുള്ള വിവിധ ടാബുകളുടെ സീരീസിനെയാണ് റിബൺ എന്ന് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ? ഏറ്റവും ചെറിയ എലമെന്റ് ആണ് ബട്ടൺ. ഓരോ കമാൻഡിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ചെറിയ കമാൻഡിനെയാണ് ബട്ടൺ എന്ന് പറയുക. ആ ബട്ടനെ ഒരേപോലെയുള്ള സ്വഭാവക്കാരായിട്ടുള്ള ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ബട്ടൺസിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഗ്രൂപ്പുകളായിട്ടുണ്ട്. ഒരേപോലെയുള്ള ഗ്രൂപ്പുകൾ അടങ്ങിയിട്ടുള്ളതാണ് ടാബ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സീരീസ് സെറ്റ് ഓഫ് ടാബിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, റിബൺ എന്ന് പറയുക. നിങ്ങളുടെ നോട്ടിലുണ്ട് ഇത്, നിങ്ങൾക്ക് താഴോട്ട് പോകുമ്പോൾ വായിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി റിബണിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പറയുന്നതാണ്. ദെൻ റിബൺ എന്താണ് എന്നുള്ളത് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുകയാണ്. റൂളർ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇവിടെ പറയാനുള്ളത് സ്ക്രോൾ ബാർസിനെയാണ്. സ്ക്രോൾ ബാർ എന്ന് പറയുന്നത് ഏതാണ്? വെർട്ടിക്കൽ സ്ക്രോൾ ബാറും ഉണ്ട്, അതുപോലെ ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാറും ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ആണ്. അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പേജ് മൂവ്മെന്റ് അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഇനി ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ എന്ന് പറയുന്നത് പേജ് സൂം ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അവൈലബിൾ ആകുന്നതാണ്. ഹൊറിസോണ്ടലി മൂവ് ചെയ്യിക്കാൻ, ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ ഉപയോഗിക്കുന്നത്. മോസ്റ്റ് വൈഡ്ലി അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ആണ്. മോസ്റ്റ് ഓഫൻലി യൂസ്ഡ് ഏതാണ്? ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ ആണ് എന്നുള്ളത് മാറിപ്പോവാതെ പഠിച്ചു വെക്കാം. ഓക്കെ, ഈ സ്ക്രോൾ ബാറും റൂളറും തമ്മിൽ കൺഫ്യൂസ് ആവരുത്. ഓക്കെ, ഇനി വെർട്ടിക്കൽ സ്ക്രോൾ ബാറിന്റെ മുകളിൽ എന്താണ്, താഴെ എന്താണെന്ന് പഠിക്കാനുണ്ട്, അത് പഠിക്കാം. മെയിൻ ആയിട്ടുള്ളതാണ് ഞാൻ ഈ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ പറയുന്നത്. സോ സ്ക്രോൾ ബാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് ഡോക്യുമെന്റ് പേജിന്. നമ്മളുടെ വേർഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിനെ നമ്മൾ ഡോക്യുമെന്റ് എന്നാണ് പറയുക. ആ ഡോക്യുമെന്റിനകത്തെ ഓരോ ഇൻഡിവിജ്വൽ കണ്ടന്റിനെ നമ്മൾ പേജ് എന്നാണ് പറയുക. ഒരു പേജിന് ഡീഫോൾട്ടായിട്ട് മാർജിൻസ് ഒന്നും ഇല്ല, അതായത് ബോർഡറിനില്ലായിരിക്കും. മാർജിൻസ് എന്ന് വരുന്നത് 1 ഇഞ്ച് ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് ആണ് മാർജിൻ വരുന്നത്. ആ മാർജിനെ നമ്മൾ നോർമൽ എന്നാണ് പറയുക. അതുപോലെ തന്നെ പേജിൻ്റെ കളർ വന്നിട്ട് എന്താണ്, വൈറ്റ് ആണ്, പോർട്രേറ്റ് ആണ്. ഓക്കെ, പോർട്രേറ്റ് ആണ് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ലെറ്ററിലാണ് നിൽക്കുക. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കൺഫേം ചെയ്തതാണ് തന്നെയാണോ എന്നുള്ളത് കേട്ടോ. അപ്പം ലെറ്ററിലാണ് നിൽക്കുക. നമ്മൾ പ്രിന്റ് കൊടുക്കുന്ന സമയത്ത് A4ലേക്ക് മാറ്റാണ് ചെയ്യുക. പോർട്രേറ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, പോർട്രേറ്റ് എന്ന് പറയുന്നത് ലെങ്ത് വൈസ് ആണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കേണ്ടത്. ദെൻ വൈറ്റ് കളറാണ്, മാർജിൻ്റെ പേര് നോർമൽ ആണ്, 1 ഇഞ്ച് ടോപ്പ്, ലെഫ്റ്റ്, ബോട്ടം, റൈറ്റ് ആണ് വരിക. അപ്പോൾ അതാണ് ഡോക്യുമെൻ്റ് വിൻഡോ അല്ലെങ്കിൽ പേജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നതാണ് എന്താണ്, സൂം സ്ലൈഡർ. സൂം സ്ലൈഡർ എന്ന് പറയുന്നത് എന്താണ്, സൂമിങ് അറേഞ്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സൂം സ്ലൈഡറിനകത്ത് വരുന്നത്. സൂം സ്ലൈഡറിനകത്ത് മിനിമൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, മാക്സിമൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു പോലെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. വേർഡ് സ്ക്രീനിൽ എവിടെയാണ്, ബോട്ടം റൈറ്റിൽ കാണുന്ന ഒരു കണ്ടന്റ് ആണ് സൂം സ്ലൈഡർ എന്ന് പറയുന്നത്. സെൻറ്റർ പൊസിഷൻ ഡീഫോൾട്ട് സൂം റേഞ്ചിനെയാണ് സൂചിപ്പിക്കുന്നത്. സെൻറ്ററിൽ നിന്നും ലെഫ്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സൂമിങ് കുറയും, സെൻറ്ററിൽ നിന്ന് റൈറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സൂമിങ് കൂടും. അങ്ങനെയാണുള്ളത്. ഓക്കെ, വാല്യൂസ് നമുക്കിനി പഠിക്കാനുണ്ട്. ഇനി സൂം സ്ലൈഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്തുള്ളതാണ് വ്യൂ ഷോർട്ട് കട്ട്സ്. അതായത് നമ്മളുടെ വേർഡിൽ 5 വ്യൂസ് ആണുള്ളത്. അത് ആ സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണെന്ന് പറയണത്. അപ്പോൾ ആ 5 വ്യൂ ഷോർട്ട് കട്ടിലേക്ക് ജമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഡീഫോൾട്ട് വ്യൂ എന്ന് പറയുന്നത് എന്താണ്, പ്രിന്റ് ലേഔട്ട് വ്യൂ ആണ്.
ഓക്കെ, ഡീഫോൾട്ട് വ്യൂ എന്ന് പറയുന്നത് പ്രിന്റ് ലേഔട്ട് വ്യൂ ആണ്. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഡീഫോൾട്ടായിട്ട് നിൽക്കുന്നത് പ്രിന്റ് ലേഔട്ട് വ്യൂവിലായിരിക്കും. എത്തരത്തിലാണോ നമ്മൾ പ്രിന്റ് എടുക്കുന്നത് അതുപോലെ കാണിച്ചു തരുന്ന വ്യൂ ആണ് പ്രിന്റ് ലേഔട്ട് വ്യൂ. ഇനി നമ്മൾ ഈ ഏറ്റവും താഴെയുള്ള ഹൊറിസോണ്ടൽ ബാറിനെയാണ് നമ്മൾ സ്റ്റേറ്റസ് ബാർ എന്ന് പറയുക. സ്റ്റേറ്റസ് ബാറിനകത്ത് ആ ഒരു ഡോക്യുമെന്റിനെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റുകളും മെസ്സേജുകളും അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആണ് കാണിക്കുക. എത്ര പേജ് ഉണ്ട്, എത്രാമത്തെ പേജിലാണ് നിൽക്കുന്നത്, എത്ര ക്യാരക്ടർ എഴുതിയിട്ടുണ്ട്, ഏത് ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെല്ലിംഗ് എറർ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റേറ്റസ് ബാറിൽ കാണിക്കുക. അപ്പോൾ സ്റ്റേറ്റസ് ബാറിൻ്റെ തന്നെ ഏത് സൈഡിലായിട്ടാണ്, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതെന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓർക്കേണ്ടതാണ് ഇൻസേർഷൻ പോയിന്റ് എന്ന് പറയുന്ന കാര്യം. സോ ഇൻസേർഷൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, അടുത്ത ക്യാരക്ടർ എവിടെയാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത് എന്ന് കാണിക്കുന്ന മൗസിൻ്റെ ഇൻഡിക്കേഷനെയാണ് നമ്മൾ ഇൻസേർഷൻ പോയിന്റ് എന്ന് പറയുക. ശ്രദ്ധിക്കേണ്ട കാര്യം, കഴ്സർ പോയിന്റും ഇൻസേർഷൻ പോയിന്റും ഒന്നല്ല, രണ്ടാണ്. കാരണം ഇവിടെ നോക്കിയേ, ഞാൻ ഈ അനക്കുന്നത് കണ്ടോ, ഇതാണ് കഴ്സർ പോയിന്റ്. മൗസിന്റെ കഴ്സർ എവിടെ നിൽക്കുന്നു എന്ന് കാണിക്കുന്ന ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ കഴ്സർ പോയിന്റ് എന്ന് പറയുക. അത് കണ്ടോ, ഇതിപ്പോൾ ഇവിടെയാണ് നിൽക്കണേ, കണ്ടോ മാറ്റമുണ്ട്. അതേ സമയത്ത് ഞാൻ വേറൊരു ഫ്രഷ് പേജ് എടുത്ത് കാണിക്കാം. നോക്കിയേ, ഇതാണ് ഇൻസേർഷൻ പോയിന്റ്. കണ്ടോ, ഞാനിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം അവിടെ ഇൻസേർഷൻ പോയിന്റ് ഉണ്ട്. ബട്ട് സ്റ്റിൽ എൻ്റെ എന്താണ്, മൗസ് പോയിന്റർ ഇതേ ഇവിടെ മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇൻസേർഷൻ പോയിന്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്യാരക്ടർ എവിടെയാണ് എഴുതേണ്ടത് എന്ന് കാണിച്ചു തരുന്ന ആ ബ്ലിങ്കിങ് സിമ്പലിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്, ഇൻസേർഷൻ പോയിന്റ് എന്നാണ് പറയുക. കഴ്സറിന്റെ ലൊക്കേഷൻ കാണിക്കുന്നതാണ് എന്ത്, കഴ്സർ പോയിന്റ്. ഇത് രണ്ടും ഒന്നാണ് എന്ന് പഠിച്ചു വെക്കുന്നവരുണ്ട്, ഒന്നല്ല, തെറ്റാണ്. ഒരു വേർഡ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ വട്ടവർ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴ്സർ പോയിന്റും കാണാം, അതുപോലെ തന്നെ ഇൻസേർഷൻ പോയിന്റും കാണാം, വേർഡ്, എക്സൽ, പവർ പോയിന്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നോക്കുക, വേർഡിനകത്ത് ഇൻസേർഷൻ പോയിന്റും കാണാൻ പറ്റും, കഴ്സർ പോയിന്റും കാണാൻ പറ്റും. നിങ്ങൾ സ്റ്റിൽ അത് കണ്ടോണ്ടിരിക്കുമല്ലേ, ഇപ്പം ഞാനിത് മൂവ് ചെയ്യുകയാണ്, കണ്ടോ, എൻ്റെ കഴ്സറിന്റെ പോയിന്റ് ഇവിടെയാണ്, പക്ഷേ ഇൻസേർഷൻ പോയിന്റ് എവിടെയാണ്, അവിടെയാണുള്ളത്. ക്ലിയർ? നെക്സ്റ്റ് ക്യാരക്ടർ എവിടെയാണ് എഴുതേണ്ടത് എന്ന് കാണിച്ചു തരുന്ന ആ ഒരു ബ്ലിങ്കിങ് പോയിന്റിനെ, കഴ്സറിന്റെ തന്നെയുള്ള ബ്ലിങ്കിങ് ഇൻഡിക്കേഷനെയാണ് നമ്മൾ ഇൻസേർഷൻ പോയിന്റ് എന്ന് പറയുക. ക്ലിയർ? അപ്പം ഞാൻ ഓഫീസ് ബട്ടൺ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ടൈറ്റിൽ ബാർ, വിൻഡോ കൺട്രോൾ, അതാണ് കൺട്രോൾ ബട്ടൺസ് എന്ന് പറഞ്ഞത്. റിബണിനെ കുറിച്ച് പറഞ്ഞു, സ്ക്രോൾ ബാർ, ഡോക്യുമെന്റ് വിൻഡോ, സൂം സ്ലൈഡർ, അതുപോലെ തന്നെ വ്യൂ ഷോർട്ട് കട്ട്, സ്റ്റാറ്റസ് ബാർ, ഇൻസേർഷൻ പോയിന്റ്, റൂളർ, ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഈ ഒരു ക്ലാസ്സിൽ നെക്സ്റ്റ് ഓഫീസ് ബട്ടൻ്റെ ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് ആയിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ് നിർത്തുക. അപ്പം നോക്കുക, ഓഫീസ് ബട്ടൺ 2007 ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞതാണ് അല്ലേ. 2007 ഓഫീസ് ബട്ടൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്താണ്, പഴയ വേർഷൻസിനകത്തെ ഫയൽ മെനുവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ബട്ടനാണ് ഓഫീസ് ബട്ടൺ. എവിടെയാണ്, ഡോക്യുമെന്റ് വിൻഡോയുടെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിട്ടാണ്, സർക്കിൾ ഷേപ്പാണ്, അതിനകത്ത് മൈക്രോസോഫ്റ്റിന്റെ ലോഗോ എനേബിൾ ചെയ്തിട്ടുണ്ട്. ആ 2 പോയിന്റും കൂടെ എഴുതണം കേട്ടോ. ഈ ഒരു ഫയൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഉണ്ടായിരിക്കും, സർക്കിൾ ഷേപ്പിലുള്ളതാണ്. അതിൻ്റെ ഇൻസൈഡ് എന്തുണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ ലോഗോ എനേബിൾഡ് ആണ്. ഇനി അതിനകത്തെ ഓരോ കണ്ടന്റിനെ കുറിച്ചാണ് നമ്മൾ പറയണത്. ആദ്യത്തേതാണ് ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്, പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെ എടുക്കുക, ഓഫീസ് ബട്ടൺ ന്യൂ എന്നുള്ള രീതിയിൽ എടുക്കാം. കണ്ടോ, ഓഫീസ് ബട്ടൺ ന്യൂ എന്ന് പറയുന്ന രീതിയിൽ എടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ Ctrl+N ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു പുതിയ ഡോക്യുമെന്റ് എങ്ങനെയാണ് എടുക്കുക എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് വരുന്നതാണ് ഡീഫോൾട്ട് ഫയൽ നെയിം. വേർഡിൻ്റെ ഡീഫോൾട്ട് ഫയൽ നെയിം എന്ന് പറയുന്നത് എന്താണ്, document1 എന്നുള്ളതാണ്. ഡീഫോൾട്ട് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .docx ആണ്. ഫയൽ നെയിമും എക്സ്റ്റൻഷനും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഓപ്ഷനാണ് ഓഫീസ് ബട്ടനകത്ത് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇപ്പം ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞാനൊരു ഫ്രഷ് പേജിൽ കാണിക്കാം. നോക്കിയേ, ഞാൻ പുതിയൊരു വേർഡ് ഫയൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഞാനിത് സേവ് ചെയ്തിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഇവിടെ നോക്കിയാൽ ഞാൻ മൂന്നാമതായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഫയലാണ്. സോ അതുകൊണ്ടാണ് document3 എന്നിവിടെ കാണിച്ചേക്കുന്നത്. ആപ്ലിക്കേഷൻ്റെ പേര് കണ്ടോ, മൈക്രോസോഫ്റ്റ് വേർഡ്. ഞാനിത് സേവ് ചെയ്തിട്ടുള്ള ഫ്രഷ് ഫയലാണ്. ഇനി ഇവിടെ നോക്കുക, ഞാനിപ്പോൾ ഇത് സൂം കൂട്ടിയിട്ടിട്ടുണ്ട്, 210 ഇട്ടേക്കണേ, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്താ പറഞ്ഞേക്കുന്നത്, ഓഫീസ് ബട്ടനകത്ത് ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനാണ്. നോക്കിയേ, ന്യൂവിൽ
ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അപ്പം നമുക്ക് മറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്ത ടെംപ്ലേറ്റുകളൊന്നും അല്ല വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പുതിയ ഡോക്യുമെൻ്റ് ആണോ വേണ്ടത് അതോ ബ്ലോഗ് പോസ്റ്റ് ആണോ വേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ ബ്ലോഗ് ആണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ളത് ഓപ്പൺ ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ന്യൂ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. പേജ് ആണ് എടുക്കേണ്ടത്, ഒരു ഡോക്യുമെൻ്റ് ആണ്. ഇനി ടെംപ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടെംപ്ലേറ്റ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഡീഫോൾട്ട് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കും. നോർമൽ ടെംപ്ലേറ്റിൻ്റെ എക്സ്റ്റൻഷൻ എന്താണ്? .DOTM എന്നുള്ളതാണ്. കണ്ടോ? .DOTM എന്നുള്ളതാണ്. മാക്രോ എനേബിൾഡ് ടെംപ്ലേറ്റ് ആയതുകൊണ്ടാണ് .DOTM എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ആണ്, പുതിയ ഡോക്യുമെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് അല്ലെങ്കിൽ ഓഫീസ് ബട്ടൺ ന്യൂ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ടെംപ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് ടെംപ്ലേറ്റ് നമുക്ക് നോർമൽ അവിടെ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ടെംപ്ലേറ്റുകൾ എടുക്കാം. ഓക്കെ, അതാണ് ക്രിയേറ്റ് അല്ലെങ്കിൽ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ. അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഷോർട്ട് കട്ടാണ് Ctrl+N. ക്ലിയർ? ഇനി അടുത്തതാണ് ഓപ്പൺ. ഓപ്പൺ എന്ന് പറയുന്നത് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യിക്കുക. അതായത് നമ്മളുടെ ഫയലുകളെല്ലാം എവിടെയാണ്? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിനകത്താണുള്ളത്. അപ്പോൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എവിടുന്ന് വരികയാണ്? സെക്കൻഡറി സ്റ്റോറേജിൽ നിന്നും വർക്കിംഗ് മെമ്മറി എവിടെയാണ്? റാം ആണ് അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ലൊക്കേഷനിൽ നിന്നും റാമിലേക്ക് നമ്മളുടെ ആ ഒരു ഫയലിനെ കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓപ്പൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ളൊരു ഫയലിനെ വർക്ക് ചെയ്യാനായിട്ട് റെഡി ആക്കുകയാണ്, അത് ഓപ്പൺ ആക്കി തരികയാണ്. എങ്ങനെയൊക്കെയാണ് ചെയ്യുക? ഓഫീസ് ബട്ടൺ ഓപ്പൺ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് Ctrl+O യൂസ് ചെയ്യാം. ഓക്കെ, Ctrl+O യൂസ് ചെയ്യാം. Ctrl+O അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് Ctrl+F12. ഓക്കെ, ഓപ്പൺ ചെയ്യാനുള്ള അടുത്ത ഒരു ഷോർട്ട് കട്ടാണ് Ctrl+O അല്ലെങ്കിൽ Ctrl+F12 എന്ന് പറയുന്നത്. ഇനി 2007 വിൻഡോസ് 7 വേർഷൻസിനകത്ത് ഡീഫോൾട്ട് സ്റ്റോറേജ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മൈ ഡോക്യുമെൻ്റ് ആണ്. 10 വിൻഡോസ് 10 മുതൽ ഇങ്ങോട്ടുള്ളതിനകത്ത് ഡോക്യുമെൻ്റ് എന്നേ ഉള്ളൂ, മൈ ഡോക്യുമെൻറ്റ്സ് അല്ല, ഡോക്യുമെൻ്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ഡോക്യുമെൻറ്റിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഡോക്യുമെൻറ്റ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഡിഫോൾട്ട് സ്റ്റോറേജ് ലൊക്കേഷൻ നോക്കിക്കോളാം. മൈക്രോസോഫ്റ്റ് വേർഷൻ വിൻഡോസ് 7 OSലാണെന്നുണ്ടെങ്കിൽ മൈ ഡോക്യുമെൻറ്റ്സ് ആണ്. വിൻഡോസ് 10 മുതൽ ഇങ്ങോട്ടുള്ളതിനകത്താണെങ്കിൽ ഏതാണ്? ഡോക്യുമെൻ്റ് എന്നേ ഉള്ളൂ. ഡീഫോൾട്ട് സ്റ്റോറേജ് ലൊക്കേഷൻ നമ്മളിപ്പം ഏത് സോഫ്റ്റ്വെയർ ആണോ ഉപയോഗിക്കുന്നത്, ഏത് OS ആണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് മാറും. ഓക്കെ, അപ്പം വിൻഡോസ് 7 ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് മൈ ഡോക്യുമെൻറ്റ്സ് ആണ്. വിൻഡോസ് 10, 11 ഒക്കെയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡോക്യുമെൻറ്റ്സ് ആണ് എന്നുള്ളത് ഓർക്കണം. അപ്പം ഓൾറെഡി ഉള്ള ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യിക്കുന്നതാണ് ഓപ്പൺ. ദെൻ സേവ് വരുന്നത് എങ്ങനെയാണ്? കറണ്ടായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫയലിനെ എങ്ങോട്ടേക്ക് മാറ്റുകയാണ്? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിനകത്തേക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി സേവ് ചെയ്ത് വെക്കുക, സൂക്ഷിച്ച് വെക്കുന്നതാണ് സേവ് എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മൾ വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത് കറണ്ട് പോയി കഴിഞ്ഞാൽ നഷ്ടമാകുന്ന മെമ്മറിയാണ്. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടാതെ ഫ്യൂച്ചറിലേക്ക് ആവശ്യം വരുന്ന രീതിയിൽ സുരക്ഷിതമായിട്ട് എടുത്തു വെക്കുന്ന രീതിയെയാണ് നമ്മൾ സേവ് എന്ന് പറയുക. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫയലിനെ സേവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. 3 തരത്തിലാണ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുക. ഒന്ന് സേവേഴ്സ്, ഞാനിവിടെ 3 തരം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സേവേഴ്സ് എന്നുള്ള രീതിയിൽ, ഒന്ന് Ctrl+S ഉപയോഗിച്ചിട്ട്, ഒന്ന് സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ 3 എണ്ണമാണ്. അല്ലാതെ 5, 7 എന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. അതായത് 3 എന്ന് പറയുമ്പം ഒന്ന് ഓഫീസ് ബട്ടൺ സേവ് ഒരു രീതി, ഇനി Ctrl+S ഉപയോഗിക്കുന്നത് അടുത്തൊരു രീതി, ഓഫീസ് ബട്ടൺ സേവേഴ്സ് ഉപയോഗിക്കുന്നത് മറ്റൊരു രീതി, ഇനി F12 ഉപയോഗിക്കുന്നത് അടുത്ത അതിൻ്റെ ഷോർട്ട് കട്ട്. ഇനി അതുപോലെ തന്നെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനകത്ത് ഈ ഒരു സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത് വേറൊരു രീതി, ക്ലോസ് ചെയ്യുന്ന സമയത്ത് സേവ് ചെയ്യണോ വേണ്ടോ എന്നുള്ള സമയത്ത് സേവ് ചെയ്യുന്നത് അടുത്തൊരു രീതി. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് 3, 5, 7 എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നത്. അപ്പം അത് ശ്രദ്ധിക്കുക. എങ്ങനെ ഉത്തരം വന്നാലും ശരി തന്നെയാണ്. ഓക്കെ, അപ്പം ഇതുവരെയുള്ളത് 3, 5 ആൻസർ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പം അത് പഠിച്ചു വെക്കാം. 3, 5 ആൻസർ തന്നെയാണ്. ഇനി നെക്സ്റ്റ് ആണ് സേവ് ആസ് ഓപ്ഷൻ. ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ള ഒരു ഫയലിനെ പുതിയ പേരിലോ പുതിയ ഫോർമാറ്റിലോ
അല്ലെങ്കിൽ പുതിയ സ്ഥലത്ത്, ഒന്നെങ്കിൽ മറ്റേതെങ്കിലും ഫോൾഡറിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിൽ, മറ്റേതെങ്കിലും എക്സ്റ്റൻഷനിൽ, മറ്റേതെങ്കിലും ഡോക്യുമെൻ്റ് അതിൻ്റെ ഫോർമാറ്റ് മാറ്റുകയാണ്, ഫയൽ ഫോർമാറ്റ് മാറ്റുകയാണ്. അപ്പോൾ ഈ 3 തരത്തിൽ നമുക്ക് മാറി മാറി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിനെ വേറൊരു ഫോൾഡറിലേക്കോ വേറൊരു പേരിലോ വേറൊരു ഫോർമാറ്റിലോ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം? സേവ് ആസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഓക്കെ, എങ്ങനെയാണ്? ഫയല് സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോൾ കാണാം. സേവ് ആസ് ഫയൽ നെയിം നമുക്കിവിടെ പേര് മാറ്റി കൊടുക്കാം. ഫയൽ ടൈപ്പ് ഇവിടെ സെലക്ട് ചെയ്യാം. എവിടേക്കാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് എങ്ങോട്ടാണ് മാറ്റി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ പുതിയ പേരിലേക്കോ പുതിയ ലൊക്കേഷനിലേക്കോ പുതിയ ഫോർമാറ്റിലേക്കോ ഒരു ഫയലിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ സേവ് ആസ് ഉപയോഗിക്കാം. ഇനി ചോദിക്കുകയാണ്, നിങ്ങളുടെ ഡോക്യുമെൻറ്റിനെ ഒരു PDF ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? ഫയല് സേവ് ആസ് ഓപ്ഷൻസ് കണ്ടോ? വേർഡ് ഡോക്യുമെൻ്റ് ആയിട്ട് സേവ് ചെയ്യാം, ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്യാം, 97/2003 കമ്പാറ്റബിലിറ്റി മോഡിൽ ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ സേവ് ചെയ്യാം, PDF രീതിയിൽ സേവ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ തരത്തിലൊക്കെയാണ് സേവ് ആസ് ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്നത്. PDF ഐദർ ഏതെങ്കിലും ഒന്ന് ഇതാക്കിയാൽ മതി. ഇത് എൻ്റെ കയ്യിൽ അഡോബ് ഉള്ളതുകൊണ്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ ഇവിടെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ വേർഡ് ഡോക്യുമെൻ്റ് ആയിട്ടോ ടെംപ്ലേറ്റ് ആയിട്ടോ കമ്പാറ്റബിലിറ്റി മോഡിലോ അതുപോലെ തന്നെ PDF ആയിട്ടോ മറ്റേതെങ്കിലും ഫോർമാറ്റിലേക്കോ നമ്മളുടെ വേർഡ് ഡോക്യുമെൻറ്റിനെ സേവ് ആസ് എന്ന് പറയുന്ന ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് സേവ് ചെയ്യാം. F12 ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത്. F12 മീൻസ് സേവ് ആസ് എന്നുള്ളത് ഉദ്ദേശിക്കുക. ഇനി അടുത്തതാണ് പ്രിൻ്റ്. പ്രിൻ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഫ്റ്റ് കോപ്പിയാണ് അല്ലേ. ഇതിൽ പ്രിൻ്റ് ചെയ്യാമെന്ന് മീൻസ് ഇതിനെ ഹാർഡ് കോപ്പി ആക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഡോക്യുമെൻറ്റിനെ ഹാർഡ് കോപ്പി ആക്കാനായിട്ട് സഹായിക്കുന്ന ഓപ്ഷനാണ് ഓഫീസ് ബട്ടനകത്തെ പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. Ctrl+P ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഇനി ഇവിടെ 2 ഓപ്ഷൻസ് ആണ് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. ഒന്ന് പ്രിൻ്റ് പ്രിവ്യൂ, ഒന്ന് കൊളേറ്റ്. എന്താണ് പ്രിൻ്റ് പ്രിവ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എഴുതിയിട്ടുള്ള കണ്ടന്റുകൾ മാർജിനകത്ത് പുറത്ത് നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടാണോ ഇരിക്കുന്നത്, ടോട്ടലി അലൈൻഡ് ആണോ, വെൽ സെറ്റിൽഡ് ആണോ എന്നുള്ളതൊക്കെ പ്രിൻ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഫൈനൽ പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എറർ സംഭവിച്ചാൽ അത് തിരുത്താനായിട്ട് പാടാണ്. പേപ്പറിൽ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മാറ്റം വരുത്താനായിട്ട് പാടാണ്. അപ്പോൾ പ്രിൻ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഫൈനൽ ചെക്ക് ചെയ്യാനായിട്ടാണ് പ്രിൻ്റ് പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മളൊന്ന് ഇട്ട് നോക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഭാഗങ്ങൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടോ, മാറിക്കിടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് വൃത്തിയായിട്ട് പ്രിൻ്റ് എടുക്കാനായിട്ട് സഹായിക്കുന്ന ഓപ്ഷനാണ് പ്രിൻ്റ് പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി കൊലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫയൽ എടുത്ത് നോക്കുക. ഇതിൽ 9 പേജ് ഉണ്ട് അല്ലേ. ഇതിൽ എത്ര പേജ് ഉണ്ട്? 9 പേജ് ഉണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ഓർഡർ ഉണ്ടാവില്ല. ഒരു പേപ്പർ ഇങ്ങനെ പ്രിൻ്റ് വന്നുകൊണ്ടേയിരിക്കും, അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. കൊലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിലധികം പ്രിൻ്റ് കൊടുക്കുന്നുണ്ട്. ഒരു മൾട്ടി പ്രിൻ്റ് ആണ് കൊടുക്കണേ. 3 പ്രിൻ്റോ 4 പ്രിൻ്റോ കൊടുക്കേണ്ടത് വെക്കാം. ഫോർ എക്സാമ്പിൾ 3 പ്രിൻ്റ് കൊടുക്കേണ്ടത് വെക്കാം. അതിനെ നമ്മൾ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3 എന്നിങ്ങനെ ആണ് സെലക്ട് ചെയ്യണത്. അപ്പോൾ എന്താ നടക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രിൻ്റ് കൊടുക്കുന്ന സമയത്ത് കൊളേറ്റ് ഓപ്ഷൻ ഓൺ ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സെറ്റ് 1 മുതൽ 9 പേജ് കൃത്യമായിട്ട് ഫുള്ളായിട്ട് പ്രിൻ്റ് എടുത്തതിന് ശേഷമാണ് രണ്ടാമത്തെ സെറ്റിന് വേണ്ട 1 to 9 പേജസ് പ്രിൻ്റ് വരിക. അപ്പോൾ സെറ്റായിട്ട് പ്രിൻ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രിൻ്റ് പ്രിവ്യൂവിലെ അതിൽ നോക്കുക. പ്രിൻ്റ് എന്നുള്ളതിനകത്ത് പ്രിൻ്റ്, ക്വിക്ക് പ്രിൻ്റ്, പ്രിൻ്റ് പ്രിവ്യൂ എന്നുള്ള 3 ഓപ്ഷൻസ് ആണുള്ളത്. പ്രിൻ്റിൽ സെലക്ട് ചെയ്യണ സമയത്ത് നമുക്ക് ഈ ഡയലോഗ് ബോക്സസ് കാണാൻ പറ്റും. ഈ ഡയലോഗ് ബോക്സസിനെ കുറിച്ച് അഡീഷണൽ ഭാഗത്ത് ക്ലാസ്സിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊളേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. കൊളേറ്റ് കണ്ടോ? ഒന്നാമത്തെ പേജ് പ്രിൻ്റ് എടുത്തു, ഒന്നാമത്തെ സെറ്റ് പ്രിൻ്റ് എടുത്തു, രണ്ടാമത്തെ സെറ്റ് പ്രിൻ്റ് എടുത്തു, മൂന്നാമത്തെ സെറ്റ് പ്രിൻ്റ് എടുത്തു, അങ്ങനെയാണ് പോവുക. കൊളേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പ്രിൻ്റ് എത്ര എണ്ണം വേണോ അത്ര എണ്ണം എടുത്തു, അങ്ങനെ പോകും. അപ്പോൾ അറേഞ്ച് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് എനേബിൾ ആക്കുന്നത് എന്ത് ഓപ്ഷൻ എനേബിൾ ആകുമ്പോഴാണ്? കൊളേറ്റ് ഓപ്ഷൻ എനേബിൾ ആവുന്നത്. നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് അത് ഓരോ സെറ്റാണ്. 3 സെറ്റ് പ്രിൻ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം രണ്ടാമത്തെ സെറ്റ് എടുക്കുന്നു, മൂന്നാമത്തെ സെറ്റ് എടുക്കുന്നു, അങ്ങനെ. അപ്പോൾ അത് എനേബിൾ ആക്കുന്നത് കൊളേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ക്ലിയർ ആണല്ലോ? അതാണ് പ്രിൻ്റിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത്. ക്വിക്ക് പ്രിൻ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. നമ്മൾ ക്വിക്ക് പ്രിൻ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രിൻ്ററിലേക്ക് കൊടുക്കുകയാണ്. ഇത് പ്രിൻ്റ് എടുക്കാനുള്ളതാണെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. പെട്ടെന്ന് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ക്വിക്ക് പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. ദെൻ ക്ലോസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്ലോസിനകത്ത്
എന്താണ് ക്ലോസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു അപ്ലിക്കേഷൻ ഓൺ ആയിരിക്കും. പെർട്ടിക്കുലർ അപ്ലിക്കേഷൻ, ഇപ്പം മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന അപ്ലിക്കേഷൻ അവിടെ സ്റ്റിൽ ഓപ്പൺ ആയിരിക്കും. പക്ഷേ ഏത് ഫയലാണോ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഏത് ഡോക്യുമെന്റിലാണോ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ആ ഡോക്യുമെന്റിനെ മാത്രം ക്ലോസ് ചെയ്യും. കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്യുമെന്റിനെ മാത്രം ക്ലോസ് ചെയ്യാനായിട്ടാണ് ക്ലോസ് എന്ന് പറയുന്ന ബട്ടൺ ഉപയോഗിക്കേണ്ടത്. ഓഫീസ് ബട്ടൺ ക്ലോസ്. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യണ സമയത്ത് അത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സേവ് ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു പ്രോംപ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സേവ് ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു പ്രോംപ്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ ആ ഒരു പ്രോംപ്റ്റിൻ്റെ ഡീഫോൾട്ട് ഇപ്പോൾ കൺട്രോൾ നോക്കൂ, ഓഫീസ് ബട്ടൺ ക്ലോസ് ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്ലോസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഡു യു വാണ്ട് ടു സേവ് ദ ചേഞ്ചസ് ടു വേർഡ് വിൻഡോ എന്ന് കണ്ടോ. അപ്പോൾ അതിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള ഓപ്ഷൻ യെസ് ആയിരിക്കും. നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ യെസ് ആയിരിക്കും ഉപയോഗിക്കുക. നമുക്ക് മാറ്റണം, ഓപ്ഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ, സ്വാപ്പ് ചെയ്യണം, ചേഞ്ച് ചെയ്യണം, സ്വിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടാബ് കീ അല്ലെങ്കിൽ ഷിഫ്റ്റ് ടാബാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിനകത്തുനിന്ന് പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാ പ്രസ് ചെയ്യേണ്ടത്, എസ്കേപ്പ് ആണ് പ്രസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഓഫീസ് ബട്ടണിൽ ക്ലോസ് എടുത്തു. സോ ഡീഫോൾട്ടായിട്ട് സേവ് പ്രോംപ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഡീഫോൾട്ടായിട്ട് യെസ് ആണ് വർക്കിംഗ് കണ്ടീഷനിൽ നിൽക്കുന്നത്. അപ്പം നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡീഫോൾട്ടായിട്ട് ഏതിലാണ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ആ ഒരു ഫംഗ്ഷനാണ് റണ്ണ് ചെയ്യുക. സ്വാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടാബും ഷിഫ്റ്റ് ടാബും ആണ് ഉപയോഗിക്കേണ്ടത്. ഇതിനകത്ത് ഈ ഒരു പ്രോംപ്റ്റിൽ നിന്ന് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എസ്കേപ്പ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി ക്ലോസ് ചെയ്യുന്നതിന് ഒരു ആപ്ലിക്കേഷനെ നിലനിർത്തിക്കൊണ്ട് ഡോക്യുമെൻറ്റിനെ മാത്രം ക്ലോസ് ചെയ്യുന്നതിന് 2 ഷോർട്ട് കട്ടാണുള്ളത്. കൺട്രോൾ W അതുപോലെ തന്നെ കൺട്രോൾ F4. ക്ലിയർ? ഇനി അടുത്തതാണ് എക്സിറ്റ്. ടോട്ടൽ എൻറ്റയർ ആപ്ലിക്കേഷനെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് എക്സിറ്റ്, ക്വിറ്റ് ചെയ്യാണ് എക്സിറ്റ് ഉപയോഗിക്കേണ്ടത്. ആ സമയത്തും ഇതുപോലെ തന്നെ സേവ് എന്ന് പറയുന്ന പ്രോംപ്റ്റ് വരുന്നുണ്ട്. ഡീഫോൾട്ട്, സ്വിച്ച് അതുപോലെ തന്നെ എസ്കേപ്പ് 3 ഓപ്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടുത്തെ ഷോർട്ട് കട്ട് വരുന്നത് Alt F4 ആണ്. അല്ലാന്നുണ്ടെങ്കിൽ വിൻഡോ കൺട്രോൾസിനകത്ത് ഈ ക്ലോസ് ബട്ടണും ഉപയോഗിക്കാവുന്നതാണ്. ഈ ക്ലോസ് എന്ന് എഴുതിയിട്ടുള്ളത് എക്സിറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള 2 ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രിപ്പയർ, സെൻഡ്, പബ്ലിഷ് എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് ആണ്. ഇവിടെ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രിപ്പയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഡോക്യുമെൻറ്റിൽ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് ഷെയർ ചെയ്യണം, ആർക്കൊക്കെ ഇത് വ്യൂ ചെയ്യാനുള്ള പെർമിഷൻസ് എനേബിൾ ആക്കണം, മെയിൽ അഡ്രസ്സൊക്കെ കണക്ട് ചെയ്തിട്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് എഴുതി കൊടുക്കുക. നമ്മളുടെ ഡോക്യുമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ്, ആരാണ് ഓതർ, എവിടെ വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ കീവേഡുകൾ ഇൻ്റർനെറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇത് കാണാൻ പറ്റുക, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫീൽഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. അതിനുള്ള ഓപ്ഷൻസ് ആണ്, നമുക്കത് കാണാനും പറ്റും. അത്തരത്തിലുള്ള ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതാണ് ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, ഓഫീസ് ബട്ടനകത്ത് പ്രിപ്പയർ എന്ന് പറയുന്നിടത്താണ് നമുക്ക് പ്രോപ്പർട്ടീസ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ എന്തെങ്കിലും പേഴ്സണൽ ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ ഡാറ്റ എബൌട്ട് ഡാറ്റയാണ് ഡാറ്റ. ഒരു ഡാറ്റനെ കുറിച്ചിട്ടുള്ള ഡാറ്റയാണ് ഡാറ്റ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഓപ്ഷൻസ് ഒക്കെ, അതാണ് ഇൻസ്പെക്ട് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അത് പ്രിപ്പയറിനകത്താണുള്ളത്. അതുപോലെ തന്നെ എൻക്രിപ്റ്റ് ഡോക്യുമെൻറ്റ്, ആ ഒരു ഒതൻറ്റിസിറ്റി അത് എനേബിൾ ചെയ്യുകയാണ് അല്ലേ, ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ സ്വകാര്യത അല്ലെങ്കിൽ സീക്രട്സ് എനേബിൾ ആക്കുന്നതാണ്, സെക്യൂരിറ്റി എനേബിൾ ആക്കുന്നതാണ് എൻക്രിപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീഡറും സെൻഡറും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് എൻക്രിപ്റ്റ് ഡോക്യുമെൻ്റ്. അതുപോലെ റെസ്ട്രിക്റ്റ് പെർമിഷൻ, ആർക്കൊക്കെ എന്തൊക്കെ വിസിബിൾ ആകണം, ആർക്കൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ, ആക്സസ് അപ്ഡേറ്റും ഗ്രാൻറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റെസ്ട്രിക്റ്റ് പെർമിഷൻ എന്നുള്ളതിനകത്ത് വരിക. ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്, അതായത് നമ്മളുടെ സാധാരണ നമ്മൾ പ്രിൻ്റ് എടുത്ത കോപ്പിക്കകത്താണെങ്കിൽ നമ്മൾ അവസാനം സൈനും സീലും വെക്കണം. ഡിജിറ്റൽ കോപ്പി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റലി സൈൻ ചെയ്താൽ മതി. അപ്പം അത്തരത്തിലുള്ള ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് വെരിഫൈ ചെയ്യുന്നതും അതുമായിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെയാണ്
ഈ ഒരു ആഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഓപ്ഷൻസിനകത്തുള്ളത്. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റീഡറും എഡിറ്ററും എല്ലാം വെരിഫൈ ചെയ്തിട്ട് ഈ ഒരു ഡോക്യുമെൻറ്റിനെ ഫൈനലായിട്ട് ഓക്കെ പറഞ്ഞിട്ടുള്ള കണ്ടന്റ് ആണെങ്കിൽ മാർക്കസ് ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് റീഡ് ഓൺലി മോഡിൽ സെറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് മാർക്കസ് ഫൈനൽ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി റൺ കമ്പാറ്റബിലിറ്റി ചെക്കർ, അതായത് ഞാൻ പറഞ്ഞു കമ്പാറ്റബിലിറ്റി മോഡ് എന്ന് പറയുന്നത് 2007 വേർഷനിൽ പ്രീവിയസ് വേർഷനിലെ ഡോക്യുമെൻറ്റിനെ ഓപ്പൺ ചെയ്യിക്കാം. അങ്ങനെ പ്രീവിയസ് വേർഷനിലെ ഡോക്യുമെൻറ്റിനെ ഓപ്പൺ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് കമ്പാറ്റബിലിറ്റി മോഡിലാണ് വർക്ക് ചെയ്യുക. അതായത് 2007 എല്ലാ ഓപ്ഷൻസും അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. 2003 2007 ഉണ്ടായിരുന്ന ഫയൽ ഏത് വേർഷനാണോ നിങ്ങൾ ഇട്ടേക്കുന്നത് അതാണ് കേട്ടോ എക്സാമ്പിൾ പറയണേ. അപ്പം ഞാൻ ഓപ്പൺ ആക്കിയേക്കുന്നത് 2003 വേർഷനിലുള്ള ഫയലാണെന്നുണ്ടെങ്കിൽ 2003 വേർഷനിലും 2007 വേർഷനിലും കോമൺ ആയിട്ടുണ്ടായിരുന്ന എല്ലാ കമാൻഡുകളും ബട്ടൺസും പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റും. 2007 മാത്രം പ്രത്യേകതയായിട്ട് വരുന്ന മറ്റ് കണ്ടന്റുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതാണ് ആ ഒരു മോഡിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഫയൽ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പാറ്റബിലിറ്റി ചെക്കറും എവിടെയുണ്ട്? പ്രിപ്പയർ എന്ന് പറയുന്ന ഓപ്ഷൻസിനകത്താണുള്ളത്. ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഇനി സെൻഡ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഡോക്യുമെൻറ്റുകൾ സെൻഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മെത്തേഡ്സ് ആണ്. ഒന്ന് നമുക്ക് ഇമെയിലായിട്ട് സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് എക്സ്റ്റൻഷൻ ഉള്ളത് കൊണ്ടാണ് ചിലപ്പോൾ നിങ്ങളുടെ ഇതിൽ കാണണമെന്നിൽ നിർബന്ധമില്ല, അഡോബ് ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് ഇമെയില് PDF അറ്റാച്ച്മെൻ്റ് ആയിട്ട് അയക്കാം, അല്ലെങ്കിൽ XPS അറ്റാച്ച്മെൻ്റ് ആയിട്ട് അയക്കാം. PDF-ഉം XPS-ഉം തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ പറയുന്നതാണ് വേർഡൊക്കെ പഠിച്ച് കഴിയുമ്പം. സോ PDF ആയിട്ട് അറ്റാച്ച്മെൻറ്റ് രൂപത്തിൽ അയക്കാം, അല്ലെങ്കിൽ XPS അറ്റാച്ച്മെൻറ്റ് രൂപത്തിൽ അയക്കാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഫാക്സ് ആയിട്ടോ ഇമെയിൽ ആയിട്ടോ സെൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷൻസ് ആണ് സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റിനെ നമ്മൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പം എങ്ങനെയൊക്കെ ഷെയർ ചെയ്യാന്നുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇമെയിൽ ആയിട്ടോ ഇൻ്റർനെറ്റ് ഫാക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ PDF ഓർ XPS അറ്റാച്ച്മെൻ്റ് ആയിട്ടൊക്കെയാണ് സെൻഡ് ചെയ്യാനായിട്ട് പറ്റുക. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഡോക്യുമെൻറ്റിൽ XML കമ്പാറ്റബിലിറ്റി ഉള്ളത്, XML കാപ്പബിലിറ്റി ഉള്ളതാണ് അല്ലേ, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് വെബ് പേജ് കണക്ടിവിറ്റി ഉള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റിനെ ഒരു വെബ് പേജ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് കണ്ടോ. ക്രിയേറ്റ് ന്യൂ ബ്ലോഗ് പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ എഴുതിയിട്ടുള്ള ഡോക്യുമെൻറ്റിനെ ഡയറക്റ്റ് ഒരു ബ്ലോഗായിട്ടൊക്കെ വെബ് പേജ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് പബ്ലിഷ് എന്നുള്ളതിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഈ ഒരു പ്രിപ്പയറിനകത്തെ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടി ഡിജിറ്റൽ സിഗ്നേച്ചർ ഒക്കെ എവിടെയാണ് വരുന്നതെന്നാണ് ഓർക്കാനായിട്ടുള്ളത്. സോ ഓഫീസ് ബട്ടൺ എന്ന് പറയുന്ന ഭാഗമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു എക്സാം ഞാൻ ലാസ്റ്റ് ആയിരിക്കും നടത്തുക. ഇനി നോക്കുകയാണെങ്കിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ കൂടെ നമുക്ക് നോക്കാം. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, പെട്ടെന്ന് എടുക്കാൻ ആവശ്യം അല്ലെങ്കിൽ പെട്ടെന്ന് കൂടുതലായിട്ടും ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് കമാൻഡുകൾ എടുക്കാൻ എളുപ്പത്തിന് പെട്ടെന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അതെവിടെയാണ്? ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഓഫീസ് ബട്ടനോട് ചേർത്തിട്ടാണ്. അപ്പോൾ ഡീഫോൾട്ട് അതിനെയാണ് നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുക. ഡീഫോൾട്ടായിട്ട് 3 ഓപ്ഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. അൺഡു, റിഡു, സേവ് എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് ആണ്. അതല്ലാതെ ആ ഒരു ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നമുക്ക് 10 കമാൻഡുകൾ അവൈലബിൾ ആണ്. ആ പറയുന്ന 10 കമാൻഡുകളാണ് ന്യൂ, ഓപ്പൺ, സേവ്, ഇമെയിൽ, ക്വിക്ക് പ്രിന്റ് പ്രിവ്യൂ, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, അൺഡു, റിഡു, ഡ്രോ ടേബിൾ എന്ന് പറയുന്ന 10 ഓപ്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്നത് അതിനകത്തെ 3 സേവ്, അൺഡു, റിഡു. ഇനി ഹൈഡ് റിബൺ ഹൈഡ് ചെയ്യുന്നതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl F1 ആണ്. ഹൈഡ് റിബണിൻ്റെ ഷോർട്ട് കട്ട് ആണ് എന്ത്? Ctrl F1. ആ ഷോർട്ട് കട്ട് ഷോർ ഹൈഡ് റിബണിൻ്റെ ഷോർട്ട് കട്ട് ആണ് Ctrl F1. അപ്പോൾ Ctrl F1 അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് മൗസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഷോർ ഹൈഡ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐദർ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർ ഹൈഡ് ചെയ്യാം. ആ റിബണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർ ഹൈഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഷോ ബിലോ റിബൺ കണ്ടോ, ഈ ഒരു ഓപ്ഷനാണ് മിനിമൈസ് റിബൺ. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ എനേബിൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ റിബൺ
ഷോ ഓർ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ റിബണിന് മുകളിലോ റിബണിന് താഴെയായിട്ടോ ഇത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. മോസ്റ്റ് കോമൺലി മോസ്റ്റ് വൈഡ്ലി എവിടെയാണ്? റിബണിന് മുകളിലായിട്ടാണുള്ളത്. റിബണിന് താഴെയായിട്ടും ഇതിനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഷോ ബിലോ റിബൺ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, റിബണിന് താഴെ വരും. കണ്ടോ, റിബണിന് മുകളിലായിട്ടും റിബണിന് താഴെയായിട്ടും ക്വിക്ക് ആക്സസ് ടൂൾ ബാർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. മിനിമൈസ് റിബൺ ഓപ്ഷൻ, ഷോ ഓർ ഹൈഡ് റിബൺ ഓപ്ഷൻ ഉള്ളത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൻ്റെ ഡ്രോപ്പ് ലിസ്റ്റിലാണുള്ളത്. അതിൻ്റെ ഷോർട്ട് കട്ടാണ് കൺട്രോൾ F1. ഓക്കെ, ഷോ ഓർ ഹൈഡ് റിബണിൻ്റെ ഷോർട്ട് കട്ടാണ് F1 എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കണുള്ളൂ. ബാക്കി ടൈറ്റിൽ ബാർ ആ കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.